everyone, welcome back to my YouTube channel. So ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് കുറച്ച് ഹെയർ കെയർ ടിപ്സ് ആണ് കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, പിന്നെ കമൻറ്റ് അങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പം ഹെയർ കെയർ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരുപാട് നീളത്തിൽ ഒരുപാട് ഇങ്ങനെ പനങ്കുല പോലെ മുടി വളരുക അങ്ങനെ ഒരു കൺസെപ്റ്റ് അല്ല ശരിക്കും ഹെയർ കെയർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു ഹെൽത്തി ഹെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആയിട്ടിരിക്കുക, അതുപോലെ തന്നെ ഓവറായിട്ട് മുടി കൊഴിയാതെ ബൗൺസി ആയിട്ട് നല്ല സിൽക്കി ആൻഡ് സോഫ്റ്റ് ഒക്കെ ആയിട്ടിരിക്കുന്ന ഒരു ഹെയർ ആണ് ഹെൽത്തി ഹെയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പേര് ഇങ്ങനെ ഹെയർ കെയർ ഒക്കെ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 1-2 വീക്സ് ഒക്കെ കഴിയുമ്പോൾ സ്കെയിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ലെങ്ത് ഒക്കെ നോക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം അതല്ല ശരിക്കും ഹെയർ കെയർ എന്ന് ഉദ്ദേശിക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ ഹെയർ കണ്ടിന്യൂസ്ലി കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ കെയർ കൊടുത്തിട്ട് കൊണ്ടുവന്നതിനെയാണ് ഹെയർ കെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഹെയർ കെയർ റുട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ, അത് കൺസിസ്റ്റൻ്റ്ലി നിങ്ങളത് ആ ഒരു റുട്ടീൻ കൊണ്ടുപോകണമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഹെയറിൻ്റെ ഒരു സ്ട്രക്ചറും ടെക്സ്ചറും ഒക്കെ വ്യത്യാസം ഉണ്ടാവും. ആൻഡ് ഒരു ഹെൽത്തി ഹെയറിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റും. ടിപ്പ് നമ്പർ 1 ഹെയർ ഓയിലിംഗ് ആണ്. അപ്പം ഹെയർ ഓയിലിങ്ങിനെ കുറിച്ചിട്ട് ഒരുപാട് തെറ്റായ ധാരണകൾ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അതായത് ഡെയിലി ഹെയർ ഓയിൽ ചെയ്താലേ ഹെയർ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ, അതുപോലെ തന്നെ ഹെയർ ഓയിലിംഗ് ചെയ്തില്ലെങ്കിൽ മുടി വളരില്ല, അങ്ങനത്തെ ഒരുപാട് തെറ്റായ ധാരണകൾ ഇപ്പോൾ സൊസൈറ്റിയിൽ ഒരുപാടുണ്ട്. അപ്പം ഹെയർ ഓയിൽ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളൊരു മസാജ് കൊടുക്കുന്നുണ്ടല്ലേ, നമ്മൾ ഹെഡ് മസാജ് കൊടുക്കുന്നുണ്ട്. ഈ ഹെഡ് മസാജാണ് ആക്ച്വലി ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്തിട്ട് നമ്മുടെ ഹെയർ ഗ്രോത്തിന് കാരണമാക്കുന്നത്. അത് ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ അവിടുത്തെ സെൽസ് ആക്ടിവേറ്റ് ആയിട്ട് അങ്ങനെയാണ് ഒരു ഹെയർ ഗ്രോത്ത് എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കുന്നത്. അല്ലാതെ ഹെയർ ഓയിലിംഗ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഹെയർ ഓയിൽ ചെയ്തിട്ട് ഹെയർ ഗ്രോത്ത് ഒന്നും ഉണ്ടാവുന്ന ഇതുവരെ ഒരു റിസർച്ചസും ഒരു സ്റ്റഡീസും പറയുന്നില്ല. ബട്ട് സ്റ്റിൽ ചില സ്റ്റഡീസ് ഹെയർ ഓയിൽസ് ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. ഫോർ എക്സാമ്പിൾ റോസ്മേരി ഓയിൽ, അതുപോലെ തന്നെ ജോജോബ ഓയിൽ. അതൊക്കെ ഈ റോസ്മേരി ഓയിൽ 2015 റിസർച്ച് സ്റ്റഡിയിൽ പറയുന്നുണ്ട്. അലോപേഷ്യ ഉണ്ടായിരുന്ന പേഷ്യൻസിന് ഒരു 6 months ട്രീറ്റ് ചെയ്തപ്പം ഈ ഒരു റോസ്മേരി ഹെയർ ഓയിൽ യൂസ് ചെയ്തപ്പം അവർക്ക് ഹെയർ ഉണ്ടായി എന്ന് പറയുന്നത്. അലോപേഷ്യ എന്ന് പറയുന്നത് ഒരു ഹെയർ ലൂസ് ആവുന്ന ഒരു കണ്ടീഷനാണ്. അലോപേഷ്യ എന്ന് പറയുന്നത് ഒരു ഡിസീസ് കണ്ടീഷനാണ്. അതായത് ഹെയർ ലൂസ് ആവുന്നതാണ്, വട്ടത്തിൽ മുടി ഇങ്ങനെ പൊഴിഞ്ഞു പോകുന്നൊരു കണ്ടീഷനാണ്. അതൊരു ഡിസീസാണ്. അപ്പം അതിന് വരെ ക്യൂർ ചെയ്യാൻ, അതായത് അങ്ങനെ പൊഴിഞ്ഞു പോയ മുടി വരെ കിളിർത്ത് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് ഈ റോസ്മേരി ഓയിലൊക്കെ യൂസ് ചെയ്തിട്ട് കേട്ടോ. പക്ഷെ എന്നാലും ബേസിക്കലി ഈ ഹെയർ ഓയിലിംഗ് ചെയ്താലേ മുടി വളരൂ അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഇല്ല. കുറേ പേര് ചോദിക്കാറുണ്ട് ഇങ്ങനെ പേഴ്സണലി ഏതെങ്കിലും ഹെയർ ഓയിലൊക്കെ ഉണ്ടോ നല്ല ഹെയർ ഗ്രോത്ത് ആവണത്. അങ്ങനെയില്ല. നിങ്ങൾ എന്ത് ഹെയർ ഓയിൽ യൂസ് ചെയ്യുകയാണെങ്കിലും അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക. എങ്ങനെയാണോ ഒരു ഹെയർ ഓയിൽ യൂസ് ചെയ്യേണ്ടത്, നല്ലപോലെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു ഹെഡ് മസാജൊക്കെ നല്ലപോലെ ഒരു മസാജൊക്കെ കൊടുത്തിട്ട് ഒരു 20 to 30 minutes അങ്ങനെ വെച്ചിട്ട് നല്ലൊരു ഷാമ്പു കണ്ടീഷണർ വെച്ചിട്ട് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു സ്കാൽപ്പ് നമുക്ക് കിട്ടും. അപ്പോൾ അതാണ് ശരിക്കും ഹെയർ ഓയിലിങ്ങിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ്. ഇനി ഇതിനകത്ത് തന്നെ ഡ്രൈ സ്കാൽപ്പ്, ഓയിലി സ്കാൽപ്പൊക്കെ ഉള്ളവർ ഡെയിലി ഒന്നും ഹെയർ ഓയിലിംഗ് ചെയ്യുന്നത് നല്ലതല്ല. ഒരു 1-2 times in a വീക്കാണ് ഒരു പ്രോപ്പർ ഹെയർ ഓയിലിംഗ് ചെയ്യുന്നതിന് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻ്റർവൽ എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഓയിലി സ്കാൽപ്പാണുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഈ 1 in a week അല്ലെങ്കിൽ 2 in a week ഒക്കെ ചെയ്താൽ മതി. ആഴ്ചയിൽ 1-2 തവണ ഹെയർ ഓയിലിംഗ് ചെയ്തിട്ട് ഹെയർ വാഷ് ചെയ്താൽ മതി. പക്ഷെ നിങ്ങൾക്ക് ഡ്രൈ സ്കാൽപ്പാണുള്ളതെങ്കിൽ നിങ്ങളൊരു 3-4 തവണ ഹെയർ ഓയിലിംഗ് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഒരു ഹെയർ ഓയിലിങ്ങിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി എങ്ങനെയാണ് ഹെയർ ഓയിലിംഗ് പ്രോപ്പറായിട്ട് ചെയ്യേണ്ടത്, കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം കേട്ടോ. സോ ടിപ്പ് നമ്പർ 2, രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് വാട്ടറാണ്. അതായത് നമ്മൾ കുടിക്കുന്ന വെള്ളവും കുളിക്കാൻ യൂസ് ചെയ്യുന്ന വെള്ളം, അതായത് നമ്മുടെ തല കഴുകാനായിട്ട് ഹെയർ വാഷ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന വെള്ളം. ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വാട്ടർ ഹെയർ ലൂസ് ആവുന്നതിന് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അതായത് നമ്മൾ ക്ലോറിൻ വാട്ടറൊക്കെ വെച്ചിട്ട് ഹെയർ വാഷ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും മുടി പൊഴിയും. അതായത് ക്ലോറിൻ വാട്ടർ വെച്ച് നമ്മൾ തല കഴുകുമ്പോൾ നമ്മുടെ സ്കാൽപ്പിൽ വന്നിട്ട് ക്ലോറിൻ ഡെപ്പോസിറ്റ് ആവും. അങ്ങനെ ആയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അവിടുത്തെ ഹെയറിന് പൊഴിഞ്ഞു പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഹെയർ വാഷ് ചെയ്യുമ്പം ഇപ്പം നല്ല ക്ലോറിൻ ഇല്ലാത്ത നല്ല വെള്ളം വെച്ചിട്ട് ഹെയർ വാഷ് ചെയ്യണതാണ് നമ്മുടെ ഹെയർ ലോസ് ആവാതിരിക്കാൻ ബെറ്റർ. ഇനിയിപ്പോൾ നിങ്ങൾ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന കുട്ടികളാണ്, അല്ലെങ്കിൽ ഹോസ്റ്റലിൽ വർക്ക് ചെയ്യുന്ന ഹോസ്റ്റലിൽ നിന്നിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ ക്ലോറിൻ വാട്ടർ അവിടെ എന്തായാലും ക്ലോറിൻ വാട്ടർ തന്നെയായിരിക്കും യൂസ് ചെയ്യുന്നത്.
അപ്പോൾ നിങ്ങൾ ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്ന ആളാണെങ്കിൽ അത് നിർത്തുക. ബിക്കോസ് ഡെയിലി ക്ലോറിൻ വാട്ടർ വെച്ചിട്ട് ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഹെയർ ഫോൾ ഉണ്ടാവും. ഞാനും ഹോസ്റ്റലിൽ നിന്നിട്ടുള്ള ഒരാളാണ്, എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. ഒരുവിധം എല്ലാവർക്കും ഉള്ളതാണ്. ലൈക്ക് ക്ലോറിൻ വെള്ളം വെച്ചിട്ട് ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഹെയർ ലോസ് ഉണ്ടാവും. അപ്പം അതിനൊരു പരിഹാരം എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്, നിങ്ങൾ എന്നാണോ ഹെയർ വാഷ് ചെയ്യുന്നത് അതിൻ്റെ തലേ ദിവസം രാത്രി അങ്ങനെ ലൈക്ക് പിറ്റേ ദിവസം മോർണിംഗ് ആണ് ഹെയർ വാഷ് ചെയ്യുന്നതെങ്കിൽ തലേ ദിവസം രാത്രി നിങ്ങൾക്ക് എത്ര ബക്കറ്റ് വെള്ളമാണോ വേണ്ടത് ഹെയർ വാഷ് ചെയ്യാനായിട്ട്, ഇപ്പോൾ ചിലപ്പോൾ 3-4 ബക്കറ്റ് വെള്ളം വേണമെങ്കിൽ അത്രയും വെള്ളം എടുത്ത് വെക്കാം. നെക്സ്റ്റ് ഡേ ആകുമ്പോഴത്തേക്കും അതിൽ ക്ലോറിൻ വന്നിട്ട് താഴെ സെറ്റിലാവും, അടിഞ്ഞുകൂടും ബക്കറ്റിന് താഴെ. അപ്പം ആ വെള്ളം നമ്മൾ വേറൊരു ബക്കറ്റിലേക്ക് പകർത്തിയിട്ട് നമ്മൾ ആ വെള്ളത്തോണ്ട് ഹെയർ വാഷ് ചെയ്യും. അപ്പം ഓൾറെഡി ഈ ബക്കറ്റിലുണ്ടായിരുന്ന വെള്ളം സെറ്റിലായിട്ട് താഴെ കിടപ്പുണ്ടാവും. അപ്പോൾ അത് നമുക്ക് കിട്ടില്ല. ഒരു മാക്സിമം എമൗണ്ട് ഓഫ് ക്ലോറിൻ സെറ്റിലായി കിടപ്പുണ്ടാവും. പിന്നെ വളരെ കുറച്ച് മാത്രമേ എന്തെങ്കിലും നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്ന വെള്ളത്തിൽ ഉണ്ടാവുള്ളൂ. സോ അത് പിന്നെയും കുഴപ്പമില്ല. എന്നാലും നമുക്ക് മാക്സിമം എമൗണ്ട് സെറ്റിൽ ആയതുകൊണ്ട് തന്നെ നമുക്കത് യൂസ്ഫുൾ ആയിരിക്കും. കുറച്ച് ബുദ്ധിമുട്ടാണ്, ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് അത്രയും ട്രൈ ചെയ്യാനായിട്ട് പറ്റുമെങ്കിൽ ട്രൈ ചെയ്യാം. അപ്പം ഹോസ്റ്റലിലുള്ളവർക്കൊക്കെ ഡെയിലി ഹെയർ വാഷ് ചെയ്യണത് നിർത്തുക. ഇടയ്ക്കിടയ്ക്ക് ഹെയർ വാഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആൻഡ് ഓൾസോ ഇതുപോലെ ബക്കറ്റിലാക്കി വെച്ചിട്ട് നെക്സ്റ്റ് ഡേ വാഷ് ചെയ്യാനായിട്ടുള്ള രീതിക്ക് ചെയ്യുക. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് വാട്ടർ ക്യാൻസ് മേടിക്കാൻ കിട്ടും. എനിക്ക് തോന്നുന്നു ഒരു 40-50 രൂപ എന്തോ ഉള്ളൂ ഒരു ക്യാനിന്. അങ്ങനത്തെ ഒരു 2 ക്യാനൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലപോലെ നമുക്ക് ഹെയർ വാഷ് ചെയ്യാൻ പറ്റും. അത് വീക്ക്ലി വൺസ് അല്ലെങ്കിൽ വീക്ക്ലി ട്വൈസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതും നല്ലതാണ് ഹെയറിന്. ഇപ്പോൾ നിങ്ങൾ ബാക്കി എല്ലാ ദിവസവും ക്ലോറിൻ വാട്ടർ വെച്ചിട്ട് തല കഴുകിക്കോ, പക്ഷേ ആ ഓരോ ദിവസം അല്ലെങ്കിൽ 2 ദിവസം അങ്ങനെ ക്യാൻ വാട്ടർ വെച്ചിട്ട് കഴുകുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. അധികം നമ്മൾ അത്രയും നമ്മുടെ ഹെയറിനെ കുറിച്ചിട്ട് കെയറിനെ കുറിച്ചിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് ഒരു മെത്തേഡ് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് വെള്ളം കുടിക്കുന്നതാണ്. നമുക്കറിയാം നമ്മുടെ ബോഡി കംപ്ലീറ്റ്ലി ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് നമ്മുടെ ബോഡി വെയ്റ്റിനനുസരിച്ചിട്ടുള്ള വെള്ളം എത്രയാണോ നമ്മൾ കുടിച്ചിരിക്കണം. ഞാൻ കേട്ടിരിക്കുന്നത് 20 കിലോ ഉള്ളവർ 1 ലിറ്റർ വെച്ചിട്ട് അങ്ങനെയാണ്. അതായത് 20 കിലോയ്ക്ക് 1 ലിറ്റർ വെള്ളം അങ്ങനെയാണ് കുടിക്കേണ്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു 60 കിലോ ഉള്ള ആളാണെങ്കിൽ 3 ലിറ്റർ വെള്ളം അങ്ങനെ. നിങ്ങളുടെ ബോഡി വെയ്റ്റിനനുസരിച്ചിട്ടുള്ള വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് നമ്മുടെ ഹെയറിന് മാത്രമല്ല കംപ്ലീറ്റ് ഹെൽത്തിന് നല്ലതാണ്. ടിപ്പ് നമ്പർ 3 ഫുഡാണ് കേട്ടോ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ഹെയർ ഗ്രോത്തിനെ എഫക്റ്റ് ചെയ്യുന്ന മറ്റൊരു ഫാക്ടറാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം. അപ്പം നമ്മൾ എക്സ്റ്റേണലി മാത്രമല്ല ഇന്റേണലിയും കെയർ ചെയ്താൽ മാത്രമേ നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അതായത് നമ്മൾ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ കഴിക്കാം. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ ഫുഡ് കഴിക്കാം എന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫിഷ്, അതുപോലെ തന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്, അതായത് എഗ്ഗ്, പിന്നെന്താ സീഡ്സ്, സൺഫ്ലവർ സീഡ്, പിന്നെ അതുപോലെ തന്നെ ഫ്ലാക്സ് സീഡ്, ഇതൊക്കെ നല്ലതാണ് കേട്ടോ. ചിയ സീഡ് അതൊക്കെ നല്ലതാണ്. പിന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്, അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡ് അതൊക്കെ കഴിക്കുന്നത്, ലീഫി വെജിറ്റബിൾസ് അതൊക്കെ നല്ലതാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നട്ട്സ് ആണ്. ഇതിനകത്ത് തന്നെ ആൽമണ്ട്സ് ഭയങ്കര അടിപൊളിയാണ് നമ്മുടെ ഹെയറിന്. ആൽമണ്ട് ഓയിലൊക്കെ ഇല്ലേ, അതുപോലെ തന്നെ ആൽമണ്ട്സ് കഴിക്കുന്നതും നമ്മുടെ ഹെയറിന് ഭയങ്കര നല്ലതാണ്. അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഒരു കുറച്ച് നട്ട്സ് ഡെയിലി കഴിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് തലേ ദിവസം വെള്ളത്തിലിട്ടിട്ട് വെച്ചിട്ട് ഒരു ഗ്ലാസ്സിൽ അങ്ങനെ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ട് നെക്സ്റ്റ് ഡേ കഴിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കഴിക്കാം. പക്ഷേ കുറച്ച് ഇങ്ങനെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളതും കുറച്ച് നല്ല വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ ഫുഡിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹെയർ ഗ്രോത്തിന് അത് നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പം കുറച്ച് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നമ്മൾ ഈ ഹെയർ ഓയിലിങ്ങും ഹെഡ് മസാജും മാത്രമല്ല നമ്മൾ കഴിക്കുന്ന കാര്യങ്ങളും കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹെയർ ഗ്രോത്ത് നല്ല പോലെ ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ. നമ്മൾ നോക്കുക, ഗൂഗിളൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും ഹെയർ ഗ്രോത്ത് ഉണ്ടാവാൻ എന്തൊക്കെ ഫുഡാണ് കഴിക്കേണ്ടത്. അപ്പോൾ അതിനകത്ത് ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എല്ലാം കൂടി കഴിക്കണമെന്നൊന്നുമില്ല. നമുക്ക് ഡെയിലി അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ പറ്റുവാണെങ്കിൽ അത് നല്ലതാണ്. അതിലകത്ത് ഏറ്റവും കൂടുതൽ നട്ട്സും പിന്നെ സീഡ്സൊക്കെ ഈസിയാണ്. കാരണം നമ്മൾ കുക്ക് ചെയ്യോ അങ്ങനെയൊന്നും വേണ്ടല്ലോ, മേടിച്ച് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി. ഇപ്പോൾ ഒരു ടേബിൾ സ്പൂണൊക്കെ വെച്ചിട്ട് ഡെയിലി അങ്ങനെ എന്തെങ്കിലും ഒരു സീഡ് ഇതുപോലത്തെ കഴിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. പിന്നെ വേറൊരു സംഭവം നെല്ലിക്ക പച്ചനെല്ലിക്ക ഉണ്ടല്ലോ, അത് കഴിക്കുന്നത് നല്ലതാണ്. പക്ഷെ അത് കുറച്ച് ചവർപ്പാണ്, ബട്ട് സ്റ്റിൽ അത് നല്ലതാണ്. അതല്ലെങ്കിൽ നിങ്ങൾ അതായത് പച്ച നെല്ലിക്ക മേടിച്ചിട്ട് അത് കട്ട് ചെയ്തിട്ട്
വെള്ളത്തിലിട്ട് വെക്കുക. നമ്മളിപ്പം കുടിക്കുന്ന ബോട്ടിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ആ ബോട്ടിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ തലേദിവസമൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേയിലേക്ക് ആ നെല്ലിക്കയിൽ നിന്ന് അതിൻ്റെ എക്സ്ട്രാക്ട്സ് ഒക്കെ വന്നിട്ട് ആ വെള്ളത്തിൽ നെല്ലിക്കയുടെ ഗുണം ഉണ്ടാവും. അപ്പോൾ അതും ആ വെള്ളം കുടിക്കുന്നത് നല്ലത്. അപ്പോൾ നമുക്ക് ഈ ചവർപ്പ് തോന്നില്ല, പച്ച നെല്ലിക്ക കഴിക്കുമ്പോൾ ഒരു ചവർപ്പ് ഉണ്ടാവില്ലേ, അത് തോന്നില്ല. അപ്പോൾ ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. ഇങ്ങനെ പച്ചയ്ക്ക് കടിച്ച് തിന്നാൻ പറ്റാത്തവർക്ക് ഇങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും. തലേ ദിവസമേ ഇട്ട് വെക്കണം, എന്നാലേ അത് അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം പെനിട്രേറ്റ് ചെയ്തിട്ട് എക്സ്ട്രാക്ട്സ് ഒക്കെ പുറത്തേക്ക് വരുള്ളൂ, അതിനുള്ളിലുള്ള സംഭവങ്ങളൊക്കെ പുറത്തേക്ക് വരുള്ളൂ കേട്ടോ. സോ അത് വേറൊരു ടിപ്പാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ. നെല്ലിക്ക കഴിക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട്. ഇനി ടിപ്പ് നമ്പർ 4 ഷാംപൂസ് ആൻഡ് കണ്ടീഷണർ ആണ്. ഒരുപാട് ഷാംപൂ ആൻഡ് കണ്ടീഷണർ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിനകത്ത് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈൽഡ് ആയിട്ടുള്ള പത കുറഞ്ഞിട്ടുള്ള ഷാംപൂ കണ്ടീഷണർ ഉണ്ടാവില്ലേ, അത് യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇൻഗ്രീഡിയൻസ് നോക്കിയിട്ട് എപ്പോഴും ഷാംപൂവും കണ്ടീഷണറും മേടിക്കാം. പാരബൻ, സിലിക്കൺ, പിന്നെ അമോണിയ അങ്ങനത്തെ ഉള്ള സംഭവങ്ങൾ ഇല്ലാത്ത ഷാംപൂ നോക്കി വേണം മേടിക്കാൻ വേണ്ടിയിട്ട്. കാരണം അത് നമ്മൾ യൂസ് ചെയ്ത് വരുമ്പം നമ്മുടെ ഹെയറിന് ടെക്സ്ചറിനെ മാറ്റാനും പിന്നെ നമ്മുടെ ഹെയർ പൊട്ടിപ്പോവാനും ഒക്കെ സാധ്യതയുണ്ട് ഇങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് ഉള്ള ഷാംപൂസ് യൂസ് ചെയ്യുമ്പം. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഷാംപൂ യൂസ് ചെയ്യുമ്പം വെറുതെ നമ്മൾ പരസ്യത്തിലൊക്കെ കാണുന്ന ഷാംപൂ അങ്ങനെ പെട്ടെന്ന് കണ്ട് മേടിക്കാതെ ഏത് ഷാംപൂ ആണോ മേടിക്കുന്നത് അതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പ്രത്യേകം നോക്കിയിട്ട് മേടിക്കാം. പിന്നെ കുറച്ച് ഹെർബൽ ആയിട്ടുള്ള ഷാംപൂസും കണ്ടീഷണറൊക്കെ യൂസ് ചെയ്യുമ്പം അതും കുറച്ചും കൂടെ നല്ലതായിരിക്കും. പിന്നെ പലരും താളിയൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ട്, അതായത് നല്ലോണം എണ്ണയൊക്കെ തേച്ചിട്ട് താളി യൂസ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ താളി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ആ എണ്ണ പുറത്ത് തോന്നുന്നില്ല. അപ്പം അങ്ങനെ താളി യൂസ് ചെയ്യാം, പക്ഷേ വൺസ് ഇൻ എ വീക്കെങ്കിലും നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഒരു ഷാംപൂ കണ്ടീഷനിങ് ചെയ്തില്ലെങ്കിൽ അഴുക്ക് നമ്മുടെ സ്കാൽപ്പിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും. അങ്ങനെ അഴുക്ക് പറ്റി പിടിച്ചിരുന്നിട്ട് നമ്മളത് ഇപ്പോൾ കണ്ടിന്യൂസ്ലി നമ്മൾ പുറത്തൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ പൊടി വന്ന് പറ്റി പിടിക്കുക, അങ്ങനെയാണ് നമ്മുടെ സ്കാൽപ്പിൽ അഴുക്ക് അടിഞ്ഞു കൂടുന്നത്. അപ്പം അങ്ങനെ ഉണ്ടാകുമ്പം അവിടെയുള്ള നമ്മുടെ ഓരോ ഹെയറിൻ്റെ സ്ട്രാൻഡ്സ്, ആ ഒരു വേരല്ലേ, അവിടെയാണ് ഈ അഴുക്കിരിക്കുന്നത്. അപ്പോൾ അത് അവിടെ നിന്ന് നമ്മുടെ ഹെയർ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രോപ്പറായിട്ടുള്ള ഹെയർ വാഷാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ഹെയർ കെയർ റുട്ടീനിൽ. അതുപോലെ തന്നെ ഷാംപൂ കണ്ടീഷണർ സെലക്ട് ചെയ്യുമ്പം നിങ്ങളുടെ ഹെയറിന് എന്താണോ ആവശ്യം, ചിലപ്പോൾ നിങ്ങളുടെ ഫ്രിസി ആയിട്ടുള്ള ഹെയർ ആയിരിക്കും, അങ്ങനെയാണെങ്കിൽ കുറച്ച് സ്മൂത്ത് ആക്കുന്ന തരത്തിലുള്ള ഷാംപൂ കണ്ടീഷണേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ഹെയറിൻ്റെ അത്യാവശ്യം എന്താണോ അതിനനുസരിച്ചിട്ട് മേടിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് നല്ല ഓയിലി സ്കാൽപ്പ് ആണെങ്കിൽ നമ്മൾ നല്ല ഓയിൽനെസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഷാംപൂ കണ്ടീഷണർ അവൈലബിൾ ആണ്. ഓരോരോ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഷാംപൂ ആൻഡ് കണ്ടീഷണർ ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ നോക്കി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് ഇൻഗ്രീഡിയൻസ് ലിസ്റ്റാണ്. എന്തൊക്കെയാണ് അതിനകത്ത് വരുന്ന ഇൻഗ്രീഡിയൻസ്, അത് നമ്മുടെ സ്കാൽപ്പിന് നല്ലതാണോ, ഹെയർ ഗ്രോത്തിന് നല്ലതാണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം എപ്പോഴും നമ്മുടെ ഒരു ഷാംപൂ ആൻഡ് കണ്ടീഷണർ സെലക്ട് ചെയ്യാൻ വേണ്ടി. അപ്പം ഞാനിപ്പം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാമാ എർത്തിൻ്റെ ഷാംപൂ ആൻഡ് കണ്ടീഷണറാണ്. മാമാ എർത്തിൻ്റെ റോസ്മേരി റേഞ്ചിൽ വരുന്ന ഷാംപൂ ആൻഡ് കണ്ടീഷണറാണ് കേട്ടോ. റോസ്മേരി ആൻറ്റി ഹെയർ ഫോൾ ഷാംപൂ ആൻഡ് റോസ്മേരി ആൻറ്റി ഹെയർ ഫോൾ കണ്ടീഷണർ, ഇതാണ് ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റ്. കുറച്ച് ദിവസമായി യൂസ് ചെയ്യുന്നത്, എനിക്കിത് ഇഷ്ടപ്പെട്ടു. ബിക്കോസ് ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വരുന്നത് റോസ്മേരി ആണ്. പിന്നെ ഇതിനകത്ത് മേത്തി ദാന എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ഉണ്ട്. നമുക്കറിയാം റോസ്മേരി നമ്മുടെ ഹെയർ ഗ്രോത്തിനെ, റോസ്മേരി ലീവ്സ് ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഞാൻ ഈ റോസ്മേരി ലീവ്സിനെ കുറിച്ചിട്ട് ഇപ്പം കുറേ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് ഞാനതിൽ കുറേ ഇപ്പം അതായത് ലീവ്സ് തിളപ്പിച്ചിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് അതൊക്കെ ഞാനിപ്പോൾ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ഈ റോസ്മേരി ലീവ്സിനെ കുറിച്ചിട്ട് നമ്മുടെ ഹെയറിനെ എങ്ങനെയാണ് അത് പ്രൊമോട്ട് ചെയ്യുന്നത്, ഹെയർ ഗ്രോത്തിനെ എങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ എന്തായാലും പെട്ടെന്ന് തന്നെ ചെയ്യാം കേട്ടോ. അപ്പം ഈ ഒരു ഷാംപൂ കണ്ടീഷണർ നമ്മുടെ ഹെയർ ലോസും ഹെയർ ബ്രേക്കേജും ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാ ഹെയർ ടൈപ്പിനും പറ്റുന്ന മെയ്ഡ് സേഫ് സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. എല്ലാ ഹെയർ ടൈപ്പിനും പറ്റുന്ന പ്രൊഡക്റ്റ് ആണ് കേട്ടോ. പിന്നെ ഇത് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് കൂടിയാണ് ഈ ഒരു മാമാ എർത്തിൻ്റെ ഷാംപൂ ആൻഡ് കണ്ടീഷണർ. പിന്നെ ഇതിനകത്ത് ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസോ അങ്ങനത്തെ ടോക്സിൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് സേഫ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷാംപൂ കണ്ടീഷണർ ആണ് കേട്ടോ. അപ്പം ഞാൻ ഇവരുടെ തന്നെ ഈ റോസ്മേരി റേഞ്ചിലുള്ള ഷാംപൂ കണ്ടീഷണർ ട്രൈ ചെയ്ത സമയത്ത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നൊരു സംഭവമാണ് മാമാ എർത്തിൻ്റെ തന്നെ റോസ്മേരി ഹെയർ
ഗ്രോത്ത് സ്കാൽപ്പ് സിറം. ഈ ഒരു സംഭവം ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. കുറച്ച് അധികം നാളായിട്ട്, ഇപ്പോൾ ഏകദേശം ഒരു 2 മാസത്തിനടുത്തായിട്ട് ഞാനിപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഇവിടേക്കുള്ള കുഞ്ഞു കുഞ്ഞു ബേബി ഹെയർസ് ഉണ്ടല്ലോ, ഇവിടെയൊക്കെ ചിലർക്ക് നെറ്റ് കയറുന്നൊരു പ്രശ്നം ഉണ്ടാവും. അങ്ങനെയുള്ളവർക്കൊക്കെ ഭയങ്കര ഒരു സൊല്യൂഷനായിട്ട് എനിക്ക് തോന്നി. ബിക്കോസ് പെട്ടെന്ന് തന്നെ ബേബി ഹെയർസ് ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് റോസ്മേരിയും അനാഗയും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണുള്ളത്. ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. പിന്നെ മെയ്ഡ് സൈസ് സർട്ടിഫൈഡ് ആണ്, ഫ്രാഗ്രൻസ് ഫ്രീ ആണ്. അത് ശരിയാണ്, ഇതിന് പ്രത്യേകിച്ച് ഒരു മണമില്ല. ഫ്രാഗ്രൻസ് ഫ്രീ ആണ്, എല്ലാ ഹെയർ ടൈപ്പിനും പറ്റുന്ന ഒരു ഹെയർ സീറമാണ്. ഹെയർ സീറം ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. പക്ഷേ ഇതിന് ഇത്രയും പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ബിക്കോസ് ഇറ്റ്സ് അമേസിങ്, അടിപൊളിയാണ്. നമുക്കിങ്ങനെ ഇവിടെയൊക്കെ നെറ്റ് കയറുന്നവർക്കൊക്കെ, പ്രത്യേകിച്ചും ഇവിടെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പോലെ ഹെയർ ഇങ്ങനെ കണ്ടോ. എനിക്കിതൊക്കെ ഇപ്പോൾ പുതിയ വന്നിക്കുന്ന ഹെയറാണ് കണ്ടോ. അങ്ങനെ ഇവിടെയൊക്കെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണ് ഈ ഒരു റോസ്മേരി ഹെയർ സീറം. അപ്പം ഞാനിത് ദിവസത്തിൽ 2 നേരമാണ് അപ്ലൈ ചെയ്യുന്നത്. രാവിലെയും വൈകുന്നേരം അപ്ലൈ ചെയ്യും. കഴുകി കളയണമെന്നില്ല കേട്ടോ, ഹെയർ വാഷ് ചെയ്യണമെന്നില്ല. ജസ്റ്റ് കുറച്ച് ഫ്യൂ ഡ്രോപ്സ് എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ളത്, എസ്പെഷ്യലി ഞാൻ കൂടുതൽ ഇവിടെയൊക്കെ ഈ ഒരു സിറം അപ്ലൈ ചെയ്യാറുള്ളത്. അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ ഓയിലി പോലത്തെ കൺസിസ്റ്റൻസി ഒന്നും അല്ല, വെള്ളം പോലെ തന്നെ ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ വാഷ് ചെയ്ത് കളയാനൊന്നും തോന്നില്ല കേട്ടോ. ഡെയിലി 2 തവണ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇത് 90 days ആണ് ഇവർ ബെറ്റർ റിസൾട്ട്സിന് വേണ്ടിയിട്ട് പറയുന്നത് കേട്ടോ. അപ്പം ഈ ഒരു പ്രൊഡക്റ്റും എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ മാമ എർത്ത് അവരുടെ കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്കൊക്കെ അനുസരിച്ചിട്ട് അവരുടെ പ്രൊഡക്ട്സിനൊക്കെ ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം അവരുടെ ഒണിയൻ ഷാംപൂവിൽ കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് അനുസരിച്ച് കുറച്ചും കൂടെ ബെറ്റർ ക്വാളിറ്റിയിൽ അവർ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്കൊക്കെ ചെക്ക് ചെയ്തിട്ട് എല്ലാ പ്രൊഡക്ട്സിലും ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നൊരു ബ്രാൻഡ് കൂടിയാണ് കേട്ടോ മാമ എർത്ത്. അപ്പം മാമ-എർത്തിൻ്റെ പ്രൊഡക്ട്സ് എല്ലാം ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ട്, പേർപ്പിൾ നിങ്ങളുടെ അടുത്തുള്ള സ്റ്റോഴ്സിലും മാമ-എർത്തിൻ്റെ വെബ്സൈറ്റിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ എൻ്റെ കൂപ്പൺ കോഡായിട്ടുള്ള AGP2024 എന്ന് പറഞ്ഞ കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് 20% ഓഫ് കിട്ടുന്നതായിരിക്കും കേട്ടോ. ടിപ്പ് നമ്പർ 5 വന്നിട്ട് ഹെയർ മാസ്കുകളും അതുപോലെ തന്നെ ഹെയർ പാക്കുകളുമാണ് കേട്ടോ. ഏറ്റവും കൂടുതലുള്ള ഹെയർ കൺസേൺ എന്ന് പറയുന്നത് ഹെയർ ലോസ് ആണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഹെയർ ഫ്രിസിനെസ് ആണ്. ഈ ഹെയർ ഫ്രിസിനെസ്സിനെ ഒരു പരിധി വരെ നമുക്ക് തടഞ്ഞു നിർത്താൻ, അല്ലെങ്കിൽ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനായിട്ട് ഹെയർ പാക്കുകളും ഹെയർ മാസ്കുകളും കൊണ്ട് പറ്റും. അപ്പം ഹെയർ മാസ്ക് എന്ന് പറയുമ്പം അല്ലെങ്കിൽ ഒരു ഹെയർ പാക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഒരുപാട് ഹെയർ പാക്സ് ഉണ്ട്, ഞാനതിൻ്റെ വീഡിയോ ചെയ്യാം കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്ന ചില ഹെയർ പാക്സിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും ചെയ്യാം. അപ്പം ഒരുപാട് ഹെയർ പാക്സ് അവൈലബിൾ ആണ്. അപ്പം നിങ്ങളുടെ ഹെയർ ടെക്സ്ചർ എന്താണോ അതിനനുസരിച്ചുള്ള ഹെയർ പാക്കുകൾ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ പ്രശ്നം എന്താണ്, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഡാൻഡ്രഫ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്രിസിനെസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഹെയർ ലോസ് ആയിരിക്കാം. അങ്ങനെ എന്താണ് നിങ്ങളുടെ പ്രശ്നം അതിനനുസരിച്ചിട്ടുള്ള ഒരു ഹെയർ പാക്ക് ട്രൈ ചെയ്യാം. അത് നിങ്ങൾക്ക് വീക്ക്ലി വൺസ് ഒക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. ഒരു മാസത്തിൽ 2-3 തവണയൊക്കെ ഹെയർ പാക്ക് ഇടുന്നത് നമ്മുടെ ഹെയറിന് ടെക്സ്ചറിന് നല്ലതാണ്. അപ്പോൾ ഒരുപാട് ഹെയർ മാസ്കുകൾ ഇപ്പം മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. അതിനകത്തും ഒരുപാട് നല്ല അടിപൊളി മാസ്കുകൾ ഉണ്ട്. നമുക്ക് ഹെയർ മാസ്കും പാക്കും ഒക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. നാച്ചുറലി നമുക്ക് ഉണ്ടാക്കി, അതായത് DIY മാസ്കുകൾ പാക്കുകളൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. അതല്ലാതെ ഹോസ്റ്റലൊക്കെ നിൽക്കുന്ന കുട്ടികൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർക്ക് ഇപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്. അതിനകത്ത് ഒരുപാട് മാസ്കുകൾ ഞാനും ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കും ഒരുപാട് പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ള ഒരുപാട് ഹെയർ മാസ്കുകൾ ഉണ്ട് അതിനകത്ത്. അതൊക്കെ ഞാൻ വരുന്ന വീഡിയോസിലൊക്കെ ഞാൻ ഷെയർ ചെയ്യാം. പ്ലമ്മിൻ്റെ ഒരു ഹെയർ മാസ്ക് ഉണ്ട്, അതുപോലെ തന്നെ ലോറിയൽ പാരസിൻ്റെ ഒരു ഹെയർ മാസ്ക് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഹെയർ മാസ്കുകളൊക്കെ ഇപ്പം അവൈലബിൾ ആണ്. അതിനകത്ത് തന്നെ നമ്മുടെ ഹെയറിൻ്റെ അത്യാവശ്യം എന്താണോ, ലൈക്ക് സ്മൂത്ത് ചെയ്യാനാണെങ്കിൽ, ഹെയർ നല്ല സ്മൂത്തായിട്ട് എടുക്കാനാണെങ്കിൽ, ഫ്രിസിനെസ് റെഡ്യൂസ് ചെയ്യാനാണെങ്കിൽ, ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാനായിട്ടാണെങ്കിൽ, അങ്ങനെ എന്താണോ നമ്മുടെ ഹെയറിൻ്റെ ആവശ്യം അതിനനുസരിച്ചിട്ടുള്ള ഹെയർ മാസ്കുകളൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് നിങ്ങൾ നോക്കി കണ്ടുപിടിച്ചിട്ട് നിങ്ങളുടെ ഹെയറിന് എന്താണോ വേണ്ടത് അത് സെലക്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ ആദ്യമൊന്നും ഹെയർ പാക്കുകളും മാസ്കുകളും ഒന്നും യൂസ് ചെയ്തിരുന്നില്ല. ഇപ്പോൾ കുറേ ആയിട്ടാണ് ഞാൻ അതൊക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം എൻ്റെ ഹെയറിൽ എന്തായാലും ഉണ്ട്. എൻ്റെ നല്ല ഫ്രിസി ആയിട്ടുള്ള ഹെയർ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കുറഞ്ഞ് ഇപ്പോൾ കുറച്ചും കൂടെ സ്മൂത്തൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന
ഹെയർ പാക്കുകൾ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും. ഷോർട്സ് ഒക്കെ ആയിട്ടൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. സോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇനിയും നമ്മൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ആയിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ആൻഡ് ചാനൽ ഇഷ്ടപ്പെട്ട എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ വീഡിയോ സജഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം, നമുക്കതൊക്കെ ചെയ്യാം കേട്ടോ. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.